ഹലോ, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. റീസെന്റ് ആയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ ആക്ച്വലി നീറ്റ് റിപ്പീറ്റർ ആണ്. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബൈ ദാറ്റ് ടൈം അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് നീറ്റ് എഴുതി കഴിഞ്ഞ ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു പാനിക്ഡ് ആയിട്ടൊരു സിറ്റുവേഷനിലായിരിക്കും. അതായത് അന്നത്തെ ദിവസത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നിരിക്കും. ഇനി എന്താണ് എന്നുള്ളൊരു ഐഡിയ ഇല്ലാതായിരിക്കും എല്ലാവരും ഉള്ളത്. ആ സമയത്ത് തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയത്. അതായത് എന്തായാലും +2 എനിക്ക് നല്ല മാർക്സ് ഉണ്ട്. അപ്പൊ പിന്നെ ഒരു കോളേജിലും കൂടെ ഉള്ളൊരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് അതിലൊരു 1% മാത്രമേ എനിക്ക് അതിലൊരു ഹോപ്പ് ഉള്ളൂ. അതായത് ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ എനിവേസ് എനിക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. എനിക്കൊന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പൊ അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടു. അതായത് നീറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം കാര്യം ഇത്രയും പാടായതുകൊണ്ട് ഞാനൊരു പ്ലാൻ ബി എന്നുള്ളൊരു രീതിയിലും കൂടെ ഞാൻ അത് ചെയ്തിട്ടു. അപ്പൊ അങ്ങനെ എനിക്ക് അതിന്റെ റീസെന്റ് ആയിട്ട് അതിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ആ എക്സാമിന് പഠിക്കുന്ന ഒരു വ്ളോഗ് ഞാൻ ഇട്ടിരുന്നു, സ്റ്റഡിങ് ഫോർ ആൻ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് താഴെ വന്നൊരു കമന്റ് ആണ്. ഐ വിൽ ജസ്റ്റ് റീഡ് ദാറ്റ് കമന്റ്. അങ്ങനെ സൈലത്തിൽ പോയി പെട്ടവരുടെ എണ്ണം കൂടി വരുന്നതേ ഉള്ളൂ. I told everyone before not to join Xylem. It's flop institute with fake PR. Tell us your genuine experience of Xylem. ഇത്രയും മാർക്ക് ഉണ്ടായിട്ടും യു വെന്റ് ടു Xylem. ബ്രില്യന്റിൽ പോയിരുന്നതിൽ മേ ബി യു കുഡ് ഹാവ് ക്രാക്ട്. ഓക്കെ, എനിക്ക് ആ കമന്റിന് അപ്പൊ തന്നെ അതിന് താഴെ എനിക്ക് എഴുതിയിടണമെന്ന് തോന്നുന്നില്ല. കാര്യം അതിന് കുറെ പറയാൻ വേണ്ടി കാണും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാന്ന് വെച്ചത്. കാര്യം ഇതെന്നെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല, എന്നെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്തിട്ടുമില്ല. പക്ഷെ ഇതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് തോന്നി. ആസ് ലോങ് ആസ് ഇത് ഒരു വീഡിയോയുടെ താഴെ ഇങ്ങനെ കിടക്കുമ്പോൾ ബാക്കിയുള്ള എന്റെ വ്യൂവേഴ്സ് ഇത് വായിക്കുമ്പോൾ മേ ബി മിസ്ലീഡിംഗ് ആയിട്ട് തന്നെയാണ്, ഒരു മിസ്ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. സംഭവം അങ്ങനെ സൈലത്തിൽ പോയി പെട്ടവരുടെ എണ്ണം കൂടി വരുന്നതേ ഉള്ളൂ. സൈലത്തിൽ എത്ര പേര് അങ്ങനെ പോയി പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സൈലത്തിൽ ഒന്നാമതേ നമുക്കറിയാം മാർക്കിന്റെ ബേസിസിലൊന്നും അല്ല ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആ കമന്റിൽ തന്നെ ഞാൻ എന്റെ ചാനലിൽ ഞാൻ എന്താണ് പാസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കോഴ്സ് ചെയ്തു. ബിഫോർ ജോയിനിങ് എനി കോഴ്സസ് ആരായാലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, നമുക്ക് എവിടെ നിന്നൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ നേരത്തെ തന്നെ ഫുൾ റിവ്യൂ നോക്കിയിട്ടൊക്കെയല്ലേ നമ്മൾ വാങ്ങുന്നത്. സെയിം തന്നെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ഒരു കോഴ്സിന് വേണ്ടി നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ നിന്നൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ, അത് ജെന്യൂൻ ആണെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഒരു വർഷം അവിടെ പോയി പഠിച്ചതിന്റെ ബേസിസിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സൈലത്തിൽ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നു. രണ്ടാമത്തത്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന എത്രയോ ലക്ഷം കുട്ടികളായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ എല്ലാവർക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലിന്റെ എഫേർട്ടിനനുസരിച്ചിരിക്കും. വാട്ട് എവർ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ ബി. ഇപ്പം ഞാനിപ്പോ സൈലത്തിലാണ് പഠിച്ചത്, വേറെ എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അതിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും പോയി എന്തായാലും റാങ്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ആൻഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനും പോകുന്നില്ല. അപ്പം ഞാൻ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു എന്ന് വെച്ചിട്ട് എനിക്ക് വേറൊരു എക്സാമിന് പഠിച്ചുകൂടാന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒരു പഠിക്കുന്ന ഒരു സ്റ്റഡി വ്ളോഗിന്റെ താഴെ വന്നൊരു കമന്റ് മാത്രമാണിത്. ആൻഡ് ഓൾസോ എന്ത് പെട്ടെന്നാണ് പറയുന്നത്, നമ്മൾ അവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് നോട്ട് ഓൺലി ഫോർ ഗെറ്റിംഗ് ആൻ MBBS സീറ്റ്. വേറെ എന്തൊക്കെ അതിൽ ഓപ്ഷൻസ് ഉണ്ട് നീറ്റിനെ വെച്ചിട്ട്. പാരാമെഡിക്കൽ ആയിരുന്നാലും വേറെ കോഴ്സസ്, ചിലപ്പം അഗ്രികൾച്ചർ, ഹോമിയോ, എന്തൊക്കെ കോഴ്സ് നമുക്ക് ആ മാർക്കിന്റെ ബേസിസിൽ വെച്ച് മാത്രം നമുക്ക് കിട്ടും. അപ്പൊ അവിടെ പോയി പെട്ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഐ ടോൾഡ് എവരി വൺ ടു നോട്ട് ജോയിൻ Xylem. അത് ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ താങ്കൾക്കൊരു അധികാരവും ഇല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്നും എനിക്കറിയില്ല. Xylem ആക്ച്വലി ഗുഡ് ആണ്. ഞാൻ എന്റെ ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ എന്റെ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ. അത് അത്രയും ഓണസ്റ്റ്ലി ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതിന്റെ അകത്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെ തന്നെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അത് ഫുൾ ഞാൻ വിശദീകരിച്ചിട്ടുമുണ്ട്. ആൻഡ് ഇത്രയും മാർക്ക് ഉണ്ടായിട്ടും വൈ ഡിഡ് ഐ ജോയിൻ Xylem എന്നുള്ളത്, അത് ആക്ച്വലി ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. എന്തുകൊണ്ട് ഒരാൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ ഒരെണ്ണം ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുന്നത് അവിടെ റിസൾട്ട് ഉണ്ടോ എന്നുള്ളതാണ്. Xylemത്തിൽ ആൻഡ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. വിത്ത് ഫേക്ക് PR എന്നൊക്കെ പറയുന്നു, ഫേക്ക് റിസൾട്ട്സ് എന്നൊക്കെ പറയുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്ത് വെച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് അതൊട്ടും
ട്രൂത്ത്ഫുൾ ആയിട്ടും തോന്നിയില്ല. അവര് അഡ്വർടൈസ്മെന്റിന്റെ പുറകെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള കുറെ പരാമർശങ്ങൾ ഇതിന്റെ അകത്തുണ്ട്, പൊതുവെ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി നോക്കിയത് അവിടുത്തെ ക്ലാസ്സസ് നല്ലതാണോ എന്നാണ്, അവിടുത്തെ എക്സാം നല്ലതാണോ എന്നാണ്, പിന്നെ അവിടുത്തെ റിസൾട്ട്സ് എങ്ങനെയുണ്ടെന്നാണ്. ഇത് മൂന്നും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മെന്റർഷിപ്പ് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണെന്ന്. അതുകൊണ്ടൊക്കെ തന്നെ ആ വീഡിയോയുടെ ഞാൻ വേറെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ, അതായത് എന്റെ സൈലം നീറ്റ് എക്സ്പീരിയൻസിന്റെ വീഡിയോയുടെ താഴെ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ അവിടെ നിന്ന് എന്താണ് മാറിപ്പോയി, മെന്റർഷിപ്പ് കൊള്ളാത്തോണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് മെന്റർഷിപ്പ് അങ്ങനെ ഒരു പ്രോബ്ലം അല്ലായിരുന്നു. അതും പെർഫെക്റ്റ് ആണെങ്കിലേ അവിടെ ജോയിൻ ചെയ്യുള്ളൂ, അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഐ സ്റ്റേഡ് ദെയർ. എനിക്ക് മോശമില്ലാത്ത രീതിയിൽ ഞാൻ ഈ നീറ്റ് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിച്ച ബേസിസിലൊന്നും അല്ല ആക്ച്വലി എക്സാം വന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റാവുന്ന 101% എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ഈ ഒരു വർഷം പഠിച്ചത് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നമുക്ക് വേറെ കോഴ്സ് എടുക്കണം എന്നല്ല, വേറെ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തുവിടാന്നൊന്നുമില്ല. അന്നത്തെ ഒരു അതായത് മെയ് 5th വന്ന ആ ഒരു ട്രാജിക് എക്സ്പീരിയൻസിന് ശേഷം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഓക്കെ, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണോ പാടായി പോയത്, ഇത്രയും ടഫായിട്ടുള്ള ഒരു പേപ്പർ എനിക്ക് മാത്രമാണോ കിട്ടിയതെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ അന്നത്തെ ദിവസം ഞാൻ എടുത്ത് നോക്കിയത് പോലും ഇല്ല. അപ്പം ആ ഒരു പെട്ടെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പിന്നെ ഒരു പോയി രജിസ്റ്റർ ചെയ്ത് വേറെ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു ഇതിനു വേണ്ടി പഠിച്ചെന്ന് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ പെട്ടുപോകുന്നത്? ആൻഡ് വേറെയും ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് അതിനൊന്നും എനിക്ക് ആക്ച്വലി റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നിയില്ല. ആൻഡ് ദേ ഡോണ്ട് ഡിസർവ് എനി ആൻസർ. അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കി. ബട്ട് ആർക്കാണോ, ലൈക്ക് മഹാനാണോ മഹതിയാണോ എന്നറിയില്ല, അവർക്ക് ഞാൻ പറയുന്നത് തൊട്ട് മനസ്സിലാവുന്നുമില്ല. സോ അത്രയേ ഉള്ളൂ.